ഹലോ മൈ ഡിയർ പീപ്പിൾ. അപ്പം ഇന്ന് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഒരു ഭയങ്കര യൂസ്ഫുൾ ആയ ഒരു ഹെന്ന കാണിച്ചു തരാന്ന് വിചാരിച്ചു. നല്ല കളർ കിട്ടുന്നുണ്ട് നമുക്ക് ഗ്രേ ഹെയർ ഉള്ളവർക്കും. പിന്നെ കളർ ചെയ്തിട്ട് നമ്മുടെ ഹെയർ കളർ നമ്മൾ ബ്ലീച്ച് ചെയ്ത് കളർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ പിന്നെ ഒരു ബ്ലോണ്ട് കളറായിട്ട് വരും. അത്യാവശ്യം കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കളർ പോയി അതൊരു ബ്ലോണ്ട് കളറാവും. അപ്പൊ നമുക്ക് വീണ്ടും കളർ റീഗെയിൻ ചെയ്യണമെങ്കിൽ നമുക്ക് നല്ല കളറുള്ള ഒരു ഹെന്ന യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് നല്ല ഒരു കളറും കിട്ടും. അപ്പൊ അതിനും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഹെന്നയാണ് ഞാൻ കാണിക്കുന്നത്. ഞാൻ യൂസ് ചെയ്യുന്നതും കാണിക്കുന്നുണ്ട്, അതിന്റെ റിസൾട്ടും കാണിച്ചു തരുന്നുണ്ട്. അപ്പൊ നമ്മൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ചായയുടെ വെള്ളം ഇല്ലേ, അത് തിളപ്പിച്ച ആ വെള്ളത്തിലാണ് നമ്മളിത് മിക്സ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഞങ്ങൾ ചെയ്യാറ്. ബട്ട് നോർമൽ വെള്ളത്തിലും നമുക്കിത് മിക്സ് ചെയ്യാം. 1 hour മിക്സ് ചെയ്ത് വെച്ചിട്ട് തലയിലിട്ടതിന് ശേഷം 1 hour വെച്ച് കഴിഞ്ഞാൽ അതും ഓക്കെയാണ്. നമ്മൾ ചെയ്യുന്നത് ചായയുടെ വെള്ളത്തിലും പിന്നെ നമ്മൾ എഗ് വൈറ്റും ആഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ആഡ് ചെയ്തതിന് ശേഷം നമ്മുടെ എണ്ണപ്പൊടി ആഡ് ചെയ്തിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യണത് മെഹന്തിക്ക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹെന്ന പൗഡർ ആണ്. അത് ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത്. അതിന്റെ ഒരു പാക്കറ്റ് ആണെങ്കിൽ നമുക്കത് 85 rupees ആണ്. എത്ര 150 ഗ്രാമിന്റെ ഒരു പാക്കറ്റിന് 85 rupees ആണ് വരുന്നത്. അല്ലെങ്കിൽ കോംബോ ആയിട്ടും വരുന്നുണ്ട്. ഒരു 3 പാക്കറ്റ് ആണെങ്കിൽ നമുക്ക് 250 കിട്ടുന്നുണ്ട്. നല്ല എണ്ണ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ റിവ്യൂ ചെയ്യണത്. ഇത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്യുവർ രാജസ്ഥാനി മെഹന്തിയാണ്. ഇതില് കെമിക്കൽസ് ഇല്ല, കെമിക്കൽ ഫ്രീ ആണ്. പിന്നെ ഡാൻഡ്രഫും വരില്ല. ഇതൊക്കെയാണ് ഇതിന്റെ പ്രത്യേകതകൾ. പിന്നെ ഇതിൽ ഓർഗാനിക് ഐറ്റംസ് ആണ് ഫുൾ യൂസ് ചെയ്തിട്ടുള്ളത്. അംല, നീം, ഭൃംഗരാജ്, ത്രിഫല, മൾട്ടാണി മിട്ടി, റീത്ത, മൈത്തി, അങ്ങനെ സാധനങ്ങളാണ് ഫുൾ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അത്രയും ഓർഗാനിക് ആയിട്ടുള്ള ഒരു ഹെന്നയാണ്. പിന്നെ അത് അതിനനുസരിച്ചുള്ള കളറും നമുക്ക് തരുന്നുണ്ട്. അപ്പൊ ഞാനിത് യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഹെയർ കളറിന് ശേഷം ഒരു ബ്ലോണ്ട് കളർ ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് മാറ്റിയിട്ട് എനിക്ക് വീണ്ടും എന്താ പറയാ ഒരു നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ആ കളർ ചെയ്ത മുടി മാത്രം എടുത്തിട്ട് വീണ്ടും കളർ ചെയ്യൽ ഇത്തിരി ടാസ്ക് ആണ്. അപ്പൊ നമ്മൾ ഫുൾ ഹെയർ ഹെന്നിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ബ്ലോണ്ട് ഹെയർ എന്താവും, നല്ലൊരു റെഡിഷ് ബ്രൗൺ കളർ ആയിട്ട് ഉണ്ടാവും. ശരിക്കും നമ്മളിതൊരു ഗ്ലൗസും കൂടി യൂസ് ചെയ്തിട്ട് ഹെന്ന ഇടാണ് ബെസ്റ്റ്. അല്ലെങ്കിൽ നമ്മുടെ കൈ മൊത്തം ഹെന്നയുടെ കളറാവും. പക്ഷെ ഞങ്ങൾക്ക് ഗ്ലൗസ് കൊണ്ടുവരാനുള്ള ക്ഷമയൊന്നും ഉണ്ടായില്ല. ടൈമിന്റെ സമ്മർദ്ദം മൂലം ഞങ്ങളത് അങ്ങനെ ഇട്ടു. അമ്മയുടെ കൈ മൊത്തം ചുവന്നിരിക്കുകയായിരുന്നു. ഇതൊക്കെ ഇട്ടതിന് ശേഷം നല്ല പ്രൊഫഷണൽ ആയിട്ട് അമ്മ എന്നെ ഇട്ട് വരുന്നുണ്ടായിരുന്നു. നമുക്ക് ഇങ്ങനെ പാർലറൊക്കെ ചെയ്യണ പോലെ ഇങ്ങനെ ചുരുട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മുടെ ഫേസിലോ നെക്കിലോ ഒന്നും ആവുകയില്ല. അപ്പം ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഹെന്ന ഇട്ട് കഴിഞ്ഞാൽ ഫേസിലും നെക്കിലും ഒക്കെ ആവാണ്ടേ നോക്കാം. അപ്പൊ അതിനും കൂടി വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഫുള്ളായിട്ട് ഇങ്ങനെ വീഡിയോ ഇട്ടിട്ടുള്ളത്. അപ്പൊ ഞാനത് ഫുൾ ഹെന്ന ഇട്ടതിന് ശേഷം ഒരു 1 hour ഞാനത് വെച്ചു. അതിനുശേഷമാണ് വാഷ് ചെയ്ത് കളഞ്ഞത്. ഈ ഹെന്ന നന്നായിട്ട് വാഷ് ചെയ്ത് കളയണം. നല്ല ബുദ്ധിമുട്ടാണ് നമ്മുടെ ഹെയറിന് ഫുള്ളായിട്ട് പോകാനായിട്ട്. അപ്പൊ നന്നായിട്ട് വാഷ് ചെയ്ത് ആ ഹെന്ന ഫുള്ള് നമ്മുടെ ഹെയറിന് കളയാനായിട്ട് ശ്രദ്ധിക്കണം. ഇതിന്റെ ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങളൊന്ന് കയറി നോക്കൂ. ഈ പ്രൊഡക്റ്റ് അടിപൊളിയാണെന്നുള്ളതിന് ഒരു സംശയവും ഇല്ല. ഭയങ്കര പോക്കറ്റ് ഫ്രണ്ട്ലിയും ആണ്. അപ്പൊ അതുകൊണ്ട് മാത്രമാണ് ഞാനിത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നിട്ടുള്ളത്. ഇതാ ഞാനപ്പോ ഫുൾ വാഷ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് എന്റെ കളർ കാണാൻ പറ്റുന്നുണ്ടോ? ഹെയറിന്റെ സൈഡില് ഡ്രൈ ചെയ്തതിനു ശേഷം നമുക്ക് കുറച്ചും കൂടി ആ കളർ ഭയങ്കര വിസിബിൾ ആയിട്ട് കാണും. ഒരു നല്ലൊരു റെഡിഷ് ബ്രൗൺ കളർ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് കരുതുന്നു. അപ്പൊ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അതും കൂടെ ചെയ്യണേ. അപ്പൊ ടാറ്റാ, ബൈ.